ദശകം 77 ഉപശ്ലോകോത്പത്തിയും ജരാസന്ധ യുദ്ധവും. സൈരന്ധ്രാസ്തതന ചിരം സ്മരാതുരായ യാദോ ഭൂസലളിതം ഉദ്ധവേന സാർദ്ധം ആവാസം ത്വദുപഗമോത്സവം സദൈവ ധ്യായന്ത്യാഃ പ്രതിദിനവാസസജ്ജികായാഃ. സൈരന്ധ്ര്യാഃ തദനു ചിരം സ്മരാതുരായാഃ യാതഃ അഭൂഃ സലളിതം ഉദ്ധവേന സാർദ്ധം ആവാസം ത്വദുപഗമ ഉത്സവം സദാ ഏവ ധ്യായന്ത്യാഃ പ്രതിദിനവാസസജ്ജികായാഃ. സൈരന്ധ്ര്യാഃ തദനു ചിരം സ്മരാതുരായ. അനന്തരം ആ സൈരന്ധ്രി എന്ന് പറയുന്ന ത്രിവക്ര ചിരം സ്മരാതുരായ വളരെ കാലമായിട്ട് ഭഗവാന്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. യാതഃ അഭൂ സലളിതം ഉദ്ധവേന സാർദ്ധം ആവാസം. ഭഗവാൻ അവളുടെ അടുത്തേക്ക് സലളിതം മനോഹരമായ വേഷഭൂഷണങ്ങളൊക്കെ അണിഞ്ഞ് ഉദ്ധവേന സാർദ്ധം ഉദ്ധവരോടുകൂടി ആവാസം ആ സൈരന്ധ്ര്യാഹ ആവാസം സൈരന്ധ്രിയുടെ ആവാസ സ്ഥലത്തേക്ക് പോയി. സൈരന്ധ്രിയാവട്ടെ ത്വദുപഗമോത്സവം സദായേവ ധ്യായന്ത്യാഹ. ആ സൈരന്ധ്രി ഏത് സമയവും അങ്ങയുടെ ആഗമനം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതിദിനവാസസജ്ജികായാഹ ദിവസം തോറും എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി ഭഗവാനെ കാത്തിരിക്കുന്നവളായിരുന്നു ആ സൈരന്ധ്രി. മധുരാപുരിയിലേക്ക് പ്രവേശിക്കുന്ന ആ സമയത്ത് ഭഗവാന് കുറിക്കൂട്ട് ചാർത്തിക്കൊടുത്ത ആ ത്രിവക്ര അവളുടെ മനസ്സിന് ഇല്ലാത്ത വക്രത ശരീരത്തിന് എന്തിന് എന്ന് ചിന്തിച്ചിട്ട് ഭഗവാൻ തൻ്റെ കൈകൾ കൊണ്ട് ആ ത്രിവക്രയുടെ കൂന് നിവർത്തി അല്ലെങ്കിൽ വളവെല്ലാം നിവർത്തി അവളെ ഉത്തമയായ ഒരു സുന്ദരിയാക്കി തീർത്തു. ഭഗവാൻ അവിടെ നിന്ന് നിഷ്ക്രമിക്കുന്ന സമയത്ത് ഭഗവാന്റെ ഉത്തരീയത്തിൽ ആ സൈരന്ധ്രി പിടിച്ചുകൊണ്ട് ദയനീയമായി നോക്കി ഭഗവാനെ വിടാൻ അല്ലെങ്കിൽ ഉപേക്ഷിക്കുവാനുള്ള മനസ്സ് ഇല്ലാത്തതുപോലെയുള്ള ആ നോട്ടം കണ്ടപ്പോൾ ഭഗവാൻ അവളോടായി പറഞ്ഞിരുന്നു. 74-ാമത്തെ ദശകത്തിലെ 7-ാമത്തെ ശ്ലോകം നോക്കിയാൽ അവിടെ പറയുന്നുണ്ട്, ഏഷ്യാമീതി വിമുക്തയാഭി ഭഗവൻ ആലേപദാത്ര്യാതയാ ദൂരാത് കാതരയാ നിരീക്ഷിതഗതി ത്വം പ്രാവിശോ ഗോപുരം. ഏഷ്യാമി ഇതി വിമുക്തയാ അഭി. അവളോട് ഞാൻ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ അവിടെ നിന്ന് പോകുന്നത്. ദൂരാത് കാതരയാ നിരീക്ഷിതഗതി. അങ്ങനെ ആ ഭഗവാന്റെ ആ ചലനം കണ്ണിൽ നിന്ന് മറയുന്നത് വരെ സൈരന്ധ്രി നോക്കി നിന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ മടങ്ങി വരാം എന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്ക് ഒരിക്കലും നിഷ്ഫലമാവില്ല എന്ന ഒരു പ്രതീക്ഷയും സൈരന്ധ്രിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും ഇന്ന് ഭഗവാൻ വരും എന്ന രീതിയിൽ വീടെല്ലാം നന്നായി സജ്ജീകരിച്ച് ഭഗവാന് വേണ്ടതായ പ്രസാദങ്ങൾ ഒക്കെ നിവേദ്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചുകൊണ്ട് എന്നും കാത്തിരിപ്പായിരുന്നു. ഒരു ദിവസം ഭഗവാൻ ഉദ്ധവർ അമ്പാടിയിൽ നിന്ന് തിരിച്ചെത്തിയതിന് ശേഷം ഉദ്ധവരോടുകൂടി ആ സൈരന്ധ്രിയുടെ വീട്ടിലേക്ക് ചെന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആരെല്ലാമാണോ ഭഗവാനെ നിരന്തരമായിട്ട് ഉപാസിക്കുന്നത് അവർക്ക് അനുഗ്രഹം നൽകുക എന്നുള്ളത് ഭഗവാന്റെ ധർമ്മം തന്നെയാണ്. അങ്ങനെ ഒരു ഭക്തരെയും ഭഗവാൻ ഉപേക്ഷിക്കുകയില്ല എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. സൈരന്ധ്രാസ്തതനു ചിരം സ്മരാതുരായ യാദോ ഭൂസലളിതമുദ്ധവേന സാർദ്ധം ആവാസം ത്വദുപഗമോത്സവം സദൈവ
ധ്യായന്ത്യാ പ്രതിദിനവാസസജ്ജികായാഃ ഉപഗതേ ത്വയി പൂർണ്ണമനോരഥാം പ്രമദസംഭ്രമകംബ്രപയോധരാം വിവിധമാനനമാദധതി മുദാ രഹസി താം രമയാഞ്ചകൃഷേ സുഖം. ഉപഗതേ ത്വയി പൂർണ്ണമനോരഥാം പ്രമദസംഭ്രമകംബ്രപയോധരാം വിവിധമാനനം ആദധതി മുദാ രഹസി താം രമയാഞ്ചകൃഷേ സുഖം. ഉപഗതേ ത്വയി, ഭഗവാൻ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നപ്പോൾ പൂർണ്ണമനോരഥാം, എന്താണോ ആ സൈരന്ധ്രി ആഗ്രഹിച്ചിരുന്നത് അതിനെ ലഭിച്ചപ്പോൾ ഉണ്ടായ പ്രമദ സംഭ്രമ കംബ്രപയോധരാം, സന്തോഷത്താലും സംഭ്രമത്താലും ഒക്കെ പോർക്കൊങ്കകൾ തുള്ളി തുളുമ്പുന്നവളും വിവിധമാനനം ആദധീമുദ, പലതരത്തിലുള്ള സൽക്കാരങ്ങളൊക്കെ ഭഗവാനായിക്കൊണ്ട് സന്തോഷത്തോടുകൂടി സമർപ്പിച്ചവളുമായ ആ സൈരന്ധ്രിയെ രഹസി താം രമയാഞ്ചകൃഷേ സുഖം, അവളുടെ ഏകാന്തതയിൽ ചെന്ന് ഭഗവാൻ അവളെ നന്നായി സുഖിപ്പിച്ചു. എന്തായിരുന്നു അവളുടെ ആഗ്രഹം, അത് ഭഗവാൻ ചെയ്തു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സൈരന്ധ്രി വളരെ കാലങ്ങൾ ഭഗവാനെ വരവിനായി പ്രതീക്ഷിച്ച് എല്ലാ ദിവസവും തയ്യാറെടുത്തുകൊണ്ട് കാത്തിരുന്നു. ഭഗവാൻ അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ തൻ്റെ മനോരഥമെല്ലാം പൂർണ്ണമായി എന്ന് കണ്ട സൈരന്ധ്രിക്ക് എന്തെന്നില്ലാത്ത ആനന്ദമുണ്ടായി. അതിനോടൊപ്പം തന്നെ ഒരു സംഭ്രമവും ഉണ്ടായി. എന്താണ് ചെയ്യേണ്ടതെന്നറിയാത്ത ഒരവസ്ഥയുണ്ടായി. ഭഗവാനായിക്കൊണ്ട് പലതരത്തിലുള്ള സമർപ്പണങ്ങളൊക്കെ ആ സൈരന്ധ്രി വളരെ സന്തോഷത്തോടുകൂടി സമർപ്പിച്ചു. ഭഗവാൻ അവളെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇവിടെ വളരെ സന്തോഷത്തോടു കൂടിയാണ് സൈരന്ധ്രി ഭഗവാനായിക്കൊണ്ട് സമർപ്പണങ്ങളൊക്കെ നടത്തിയത്. ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയശ്ചതി തദഹം ഭക്ത്യുപഹൃതം അശ്നാമി പ്രയതാത്മന. പത്രം പുഷ്പം ഫലം തോയം, ഇതിലേതായാലും യഹ ഭക്ത്യാ മാം പ്രയശ്ചതി, ആരാണോ ഭക്തിപൂർവം എന്നിൽ സമർപ്പിക്കുന്നത് അത് പ്രയതാത്മനഃ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ സ്വീകരിക്കും എന്നാണ് ഭഗവാൻ അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സൈരന്ധ്രി വളരെ കൃത്യമായിട്ട് അതെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഭഗവാനായിക്കൊണ്ട് സന്തോഷത്തോടു കൂടി സമർപ്പണങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഭഗവാൻ എന്തായിരുന്നോ അവളുടെ മനോരഥം അതിനെ സാധിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അവിടെയും ഗീതയിൽ പറയുന്നു, യേ യഥാമാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം മമ വർത്തന്തേ മനുഷ്യാപാർത്ഥ സർവശഃ. യേ യഥാമാം പ്രപദ്യന്തേ, ആരാര് എന്നെ എന്തെല്ലാം പ്രതീക്ഷകളോടുകൂടി ഉപാസിക്കുന്നുവോ അവർക്ക് ഞാൻ അതിനെ തന്നെ നൽകും എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആ കാര്യങ്ങളൊക്കെ വളരെ പ്രായോഗികമായിട്ട് ചെയ്തു കാണിക്കുകയാണ് ഭഗവാൻ ഈ സൈരന്ധ്രിയെ അനുഗ്രഹിക്കുന്നതിലൂടെ. ഉപഗതേ ത്വയി പൂർണ്ണമനോരഥാം പ്രമദസംഭ്രമകംബ്രപയോധരാം വിവിധമാനനമാദധതി മുദാ രഹസി താം രമയാഞ്ചകൃഷേ സുഖം. പൃഷ്ടാവരം പുനരസൗ അവൃണോദ്വരാഗീ ഭൂയസ്ത്വയാ സുരതമേവ നിശാന്തരേഷു സായുജ്യമസ്തുതി വദേദ്ബുധ ഏവ കാമം സാമീപ്യമസ്ത്വനിശമിത്യഭിനാബ്രവീത് കിം. പൃഷ്ടാവരം പുനഃ അസൗ അവൃണോദ്വരാഗീ ഭൂയഃ ത്വയാ സുരതമേവ നിശാന്തരേഷു സായുജ്യം അസ്തു ഇതി വദേത് ബുധ ഏവ കാമം സാമീപ്യമസ്തു അനിശം ഇതി അഭി ന അബ്രവീത് കിം. പൃഷ്ടാവരം പുനഃ അസൗ, ഭഗവാൻ സൈരന്ധ്രിയോട് ചോദിച്ചു, എന്ത് വരമാണ് നിനക്ക് വേണ്ടത്?
അസൗ ഇവളാവട്ടെ അവൃണോ വരിച്ച വരം, വരാഗി മണ്ഡിയായ അവൾ വരിച്ചതോ ഭൂയഃ ത്വയാ സുരതമേവ നിശാന്തരേഷു, വീണ്ടും അങ്ങയോടൊപ്പം എനിക്ക് ശാരീരിക ബന്ധം ഉണ്ടാകണം എന്നാണ് വിഡ്ഢിയായ അവൾ ആവശ്യപ്പെട്ടത്. അവിടെ മേൽപ്പത്തൂർ ചോദിക്കുകയാണ്, സായുജ്യം അസ്തു ഇതി വദേത് ബുധ. ഒരു പണ്ഡിതനായിരുന്നെങ്കിൽ തീർച്ചയായും ഭഗവാന്റെ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് എനിക്ക് സായുജ്യം വേണം എന്ന് പറയുമായിരുന്നു. പക്ഷേ ഇവളാവട്ടെ സാമീപ്യമസ്തു അനിശം ഇതി, എനിക്ക് എല്ലായ്പ്പോഴും അങ്ങയുടെ സാമീപ്യം ഉണ്ടാകണേ എന്ന് കിം ന അബ്രവീത്, എന്തുകൊണ്ട് പറഞ്ഞില്ല? സൈരന്ധ്രിയുടെ പ്രാർത്ഥന പ്രകാരം അവളെ അനുഗ്രഹിക്കാനായിട്ട് എത്തിച്ചേർന്ന ഭഗവാൻ ഒരു രാത്രി മുഴുവൻ അവൾക്ക് ആഗ്രഹിച്ച വിധത്തിൽ സന്തോഷം നൽകിയിട്ട് പിറ്റേന്ന് പുറപ്പെടാൻ സമയത്ത് ഭഗവാൻ സൈരന്ധ്രിയോട് ചോദിച്ചു, നിനക്ക് എന്ത് വരമാണ് വേണ്ടത് എന്ന്. വിഡ്ഢിയായ അവളാവട്ടെ ഇനിയും പല രാത്രികളിലും അങ്ങയോടുള്ള ശരീരസംഘം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചതല്ലാതെ, ഒരു പണ്ഡിതനായ ഒരാളോടായിരുന്നു ഭഗവാൻ ഇപ്രകാരം ചോദിച്ചിരുന്നെങ്കിൽ അയാൾ എനിക്ക് സായുജ്യം വേണമെന്ന് പറയുമായിരുന്നു എന്നതിരിക്കട്ടെ, ഇവൾക്ക് അത്രയും ബുദ്ധിയില്ല എന്നത് ശരി തന്നെ. എങ്കിലും അങ്ങയുടെ സാമീപ്യം എല്ലായ്പ്പോഴും എനിക്ക് കിട്ടണേ എന്ന് എന്തുകൊണ്ട് ഇവൾ പ്രാർത്ഥിച്ചില്ല എന്നാണ് മേൽപ്പത്തൂർ ചോദിക്കുന്നത്. കാരണം നമ്മളുടെ അടുത്ത് വന്ന് നിൽക്കുന്ന ഭഗവാൻ എന്തും തരാൻ പ്രാപ്തനാണ്. അങ്ങനെ എന്തു വേണമെങ്കിലും തരാൻ പ്രാപ്തനായി തയ്യാറായി വന്നിരിക്കുന്ന ആ ഭഗവാനോട് എന്തുകൊണ്ട് ഈ നിസ്സാരമായ ഒരു വരം ഈ സൈരന്ധ്രി ആവശ്യപ്പെട്ടു എന്നോർത്ത് അത്ഭുതപ്പെടുകയാണ് മേൽപ്പത്തൂർ. നമ്മൾ കണ്ടു, ഗുരുദക്ഷിണ സമർപ്പിക്കുന്ന സമയത്ത് പ്രഭാസ തീർത്ഥത്തിൽ വെച്ച് മരിച്ചുപോയ തൻ്റെ മകനെ കൊണ്ടുവന്ന് തരണമെന്നാണ് സാന്ദീപനി മഹർഷി പോലും പറഞ്ഞത്. കാരണം തങ്ങളുടെ അടുത്ത് വിദ്യാഭ്യാസത്തിനായി വന്നിരിക്കുന്ന രാമകൃഷ്ണന്മാർ ഈശ്വരാവതാരങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞവരായിരുന്നു സാന്ദീപനി മഹർഷിയും പത്നിയും. അതുകൊണ്ടാണ് മരിച്ചുപോയ പുത്രനെ തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടത്. അപ്പോൾ തങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ഭഗവാനാണ് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടായിരുന്നു സാന്ദീപനി മഹർഷി അപ്രകാരം ആവശ്യപ്പെട്ടത്. പക്ഷേ ഇവിടെ ഈ സൈരന്ധ്രി ആവട്ടെ അവൾക്കത് മനസ്സിലായില്ല, ഈ വന്നത് ഭഗവാനാണ്, എന്ത് ചോദിച്ചാലും തരാൻ കഴിവുള്ള ഭഗവാനാണെന്ന്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് ആ സൈരന്ധ്രിക്ക് ഉണ്ടായിരുന്ന ഭാഗ്യം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ സദാസമയവും ഭഗവാന്റെ സ്മരണ ഉണ്ടാകണമെന്നോ അല്ലെങ്കിൽ അതിലൂടെ സായുജ്യം ലഭിക്കണമെന്നോ എന്നെല്ലാം ചോദിക്കുവാനുള്ള പാണ്ഡിത്യം ഒന്നും ഈ സൈരന്ധ്രിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതുമെല്ലാം ജന്മജന്മാന്തരങ്ങളിലൂടെ നേടുന്ന കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്രകാരം എല്ലാം തോന്നുന്നത്. അല്ലെങ്കിൽ ഭഗവാന്റെ മുൻപിൽ നിന്ന് ഇത്രയും നിസ്സാരമായ ഒരു വരം ചോദിക്കുവാനായിട്ട് ഏതൊരു ആളാണ് തയ്യാറാവുക എന്നുള്ള ഒരു ചോദ്യം കൂടിയാണ് മേൽപ്പത്തൂർ ഇവിടെ ഉയർത്തുന്നത്. പൃഷ്ടാവരം പുനരസൗ അവൃണോദ്വരാഗി ഭൂയസ്ത്വയാ സുരതമേവ നിശാന്തരേഷു സായുജ്യമസ്തി വദേദ്ബുധ ഏവ കാമം സാമീപ്യമസ്ത്വനിശമിത്യഭിനാബ്രവീത് കിം തതോ ഭവാൻ ദേവ നിശാസു കാസുചിത് മൃഗീദൃശം താം നിഭൃതം വിനോദയൻ അദാതുപശ്ലോക ഇതി ശ്രുതം സുതം സനാരദാത് സാത്വതന്ത്രവിദ്ബഭൗ. തതഃ ഭവാൻ ദേവ നിശാസു കാസുചിത് മൃഗീദൃശം താം നിഭൃതം വിനോദയൻ അദാത് ഉപശ്ലോകഃ ഇതി ശ്രുതം സുതം സഹ നാരദാത് സാത്വതന്ത്രവിദ് ബഭൗ. തതഃ അനന്തരം ഭവാൻ, അല്ലയോ ഭഗവാനെ, അങ്ങ് കാസുചിത് നിശാസു, പിന്നീട് പല
മാൻകണ്ണിയാളായിരിക്കുന്ന സൈരേന്ദ്രിയെ പല രാത്രികളിലും ഭഗവാൻ അവളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് രമിപ്പിച്ചു. അതാത് ഉപശ്ലോക ഇതി ശ്രുതം സുതം. ഭഗവാൻ ഉപശ്ലോകൻ എന്നു പേരായ ഒരു പുത്രനെയും കൂടി ആ സൈരന്ധ്രിക്ക് നൽകി. ആ പുത്രനായ ഉപശ്ലോകനാവട്ടെ സഹ നാരദാത്, നാരദ മുനിയിൽ നിന്നും സാത്വതതന്ത്രവിദ്ബഭൗ, സാത്വതതന്ത്രത്തിൽ നിപുണനായി ഭവിച്ചു. അപ്പോൾ സൈരന്ധ്രിയുടെ അപേക്ഷ പ്രകാരം പിന്നീട് പല രാത്രികളിലും ഭഗവാൻ അവളെ യഥേഷ്ടം രമിപ്പിച്ചു. അതിൽ നിന്നും ഈ സൈരന്ധ്രിക്ക് ഉപശ്ലോകൻ എന്നു പേരായ ഒരു പുത്രനുണ്ടായി. ആ പുത്രൻ നാരദ മുനിയിൽ നിന്ന് സാത്വതതന്ത്രം പഠിച്ച് വിദ്വാനായി തീർന്നു എന്നാണ് പറയുന്നത്. എന്താണോ സൈരന്ധ്രി ഭഗവാനോട് പ്രാർത്ഥിച്ചത് അതിനെ ഭഗവാൻ നൽകി എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മളും നിരന്തരമായിട്ട് ഭഗവാനോട് എന്താണോ പ്രാർത്ഥിക്കുന്നത് ഭഗവാൻ അതിനെ നൽകും എന്നുകൂടി ഇവിടെ നമുക്ക് സൂചിപ്പിച്ചു തരിക. ഭക്തിയോടുകൂടി ഏതൊരു ആളാണോ ഭഗവാനോട് തൻ്റെ അഭീഷ്ടങ്ങളെ എല്ലാം അറിയിക്കുന്നത്, ഭഗവാന്റെ പ്രസാദം ഉണ്ടായാൽ നിശ്ചയമായും ആ ഭക്തനെ അതെല്ലാം സിദ്ധിക്കുക തന്നെ ചെയ്യും. തതോ ഭവാൻ ദേവ നിശാസു കാസുചിത് മൃഗീദൃശം താം നിവൃതം വിനോദയൻ അതാതുപശ്ലോക ഇതി ശ്രുതം സുതം സനാരദാത് സാത്വതതന്ത്രവിദ്ബഭൗ അക്രൂരമന്ദിരമിതോധ ബലോദ്ധവാഭ്യാം അഭ്യർച്ചിതോ ബഹുനുതോ മുദിതേന തേന ഏനം വിസൃജ്യ വിപിനാഗത പാണ്ഡവേയ വൃത്തം വിവേദിത തഥാ ധൃതരാഷ്ട്രചേഷ്ടാം അക്രൂരമന്ദിരം ഇതഃ അഥ ബല ഉദ്ധവാഭ്യാം അഭ്യർച്ചിതഃ ബഹുനതഃ മുദിതേന തേന ഏനം വിസൃജ്യ വിപിനാഗത പാണ്ഡവേയ വൃത്തം വിവേദിത തഥാ ധൃതരാഷ്ട്രചേഷ്ടാം അക്രൂരമന്ദിരം ഇതഃ അഥ ബല ഉദ്ധവാഭ്യാം. പിന്നീട് മധുരാപുരിയിലേക്ക് തങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന ആ അക്രൂരനെ അനുഗ്രഹിക്കാൻ ഭഗവാൻ പുറപ്പെട്ടു. കൂട്ടത്തിൽ ബലരാമനും ഉദ്ധവനും ഉണ്ടായിരുന്നു. അക്രൂരൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അഭ്യർത്ഥിത നന്നായി ഭഗവാനെ സൽക്കരിച്ചു. ബഹുനുത വളരെയധികം സ്തുതിച്ചു അക്രൂരൻ. മുദിതേന തേന വളരെ സന്തോഷത്തോടുകൂടി ഭഗവാന് സൽക്കാരങ്ങൾ നൽകി സ്തുതിച്ചു. ഏനം വിസൃജ്യ ഈ അക്രൂരനെ വിട്ടിട്ട് വിപിനാഗത വിപിനത്തിൽ നിന്നും ആഗതരായിരിക്കുന്ന പാണ്ഡവേയ വൃത്തം വിവേദിത പാണ്ഡവന്മാരുടെ കഥകളൊക്കെ മനസ്സിലാക്കി. തഥാ അപ്രകാരം തന്നെ ധൃതരാഷ്ട്രചേഷ്ടാം ധൃതരാഷ്ട്രർ എന്തെല്ലാം അനീതികളാണ് ഈ പാണ്ഡവരോട് ചെയ്തത് എന്നതും ശ്രീകൃഷ്ണ ഭഗവാൻ അക്രൂരിൽ നിന്ന് മനസ്സിലാക്കി. സൈരന്ധ്രിയെ അനുഗ്രഹിച്ചതിന് ശേഷം ഭഗവാൻ തങ്ങളെ മധുരാപുരിയിലേക്ക് എത്തിച്ച ആ അക്രൂരനെ അനുഗ്രഹിക്കാനായിട്ട് തീർച്ചയാക്കി. തങ്ങളെയും കൂട്ടി വൃന്ദാവനത്തിൽ നിന്ന് മഥുരയിലേക്ക് വരുന്ന വഴിക്ക് തന്നെ അക്രൂരനെ ഒരു തവണ അനുഗ്രഹിച്ചതാണ് ഭഗവാൻ. മാധ്യാഹ്നിക കർമ്മങ്ങൾക്കായിട്ട് യമുനയിൽ സ്നാനം നടത്തുന്ന ഉദ്ധവർക്ക് സ്നാനം നടത്തിയ അക്രൂരർക്ക് ഭഗവാൻ ജലത്തിനുള്ളിലും രഥത്തിലുമായി ആദ്യം ദർശനം നൽകി. പിന്നീട് ജലത്തിനുള്ളിലുള്ള ആ പാൽക്കടൽ ഷായി ആയി അല്ലെങ്കിൽ അനന്തശായി ആയിട്ടുള്ള ഭഗവാന് രൂപത്തെ തന്നെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരിക്കൽ അനുഗ്രഹിച്ചതാണ്. വീണ്ടും അക്രൂരരുടെ സൽക്കാരങ്ങൾ സ്വീകരിക്കുന്നതിനായിക്കൊണ്ട് ഭഗവാനും ഉദ്ധവരും ബലരാമദേവനും കൂടി അക്രൂരൻ്റെ വീട്ടിലേക്ക് ചെന്നു. അക്രൂരൻ വളരെ സന്തോഷത്തോടു കൂടി ഭഗവാനെ സൽക്കരിച്ച് സ്തുതിച്ചു. അതിനുശേഷം ഈ അക്രൂരരെ അയച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ വനത്തിൽ നിന്ന് തിരികെ എത്തിയ പാണ്ഡവരുടെ വിശേഷങ്ങളെല്ലാം
അറിഞ്ഞു. അതുപോലെ തന്നെ ആ ധൃതരാഷ്ട്രർ എന്തെല്ലാം അനീതികളാണോ ഈ പാണ്ഡവരോട് ചെയ്തത് അതും എല്ലാം അക്രൂരനിലൂടെ അറിയാൻ സാധിച്ചു. അക്രൂരമന്ദിരമിതോദ ബലോദവാഭ്യാം അഭ്യർച്ചിതോ ബഹുനുതോ മുദിതേന തേന ഏനം വിസൃജ്യ വിപിനാഗത പാണ്ഡവേയാ വൃത്തം വിവേദിത തഥാ ധൃതരാഷ്ട്രചേഷ്ടം വിഖാദാജാമാതു പരമസുഹൃദോ ഭോജനൃപതേർജരാസന്ധേരുന്തത്യനവതിരുഷാന്തേതമധുരാം രഥാദ്യേർദ്യോർലബ്ധൈ കതിപയബലസ്ത്വം ബലയുധ ത്രയോവിംശത്യക്ഷൗഹിണി തതുപനീതം സമഹൃതാ വിഖാദാജാമാതു പരമസുഹൃദഃ ഭോജനൃപതേഃ ജരാസന്ധേരുന്ധതി അനവധി രുഷാന്ധേ അഥ മധുരാം രഥാദ്യൈഃ ദ്യോർലബ്ധൈഃ കതിപയബലഃ ത്വം ബലയുതഃ ത്രയോവിംശതി അക്ഷൗഹിണി തദ് ഉപനീതം സമഹൃദാഃ വിഖാദാജാമാതുഃ ഈ ജരാസന്ധൻ്റെ ജാമാതു മകളുടെ ഭർത്താവ്, 2 പെൺമക്കളുടെ ഭർത്താവായിരുന്നു കംസൻ. പരമസുഹൃദഃ കൂടാതെ വളരെ അടുത്ത സുഹൃത്തുമായിരുന്നു കംസൻ. ഭോജനൃപതേഃ ആ ഭോജരാജാവിനെ ഭോജരാജാവിനെ വധിക്കുക നിമിത്തം കൃഷ്ണനോട് ജരാസന്ധന് രുന്ധത്യനവധി രുഷാന്തേ അഥ മധുരാം വളരെയധികം രോഷത്തോടുകൂടി വന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ വധിക്കും എന്ന് പറഞ്ഞിട്ട് മഥുരയെ വളഞ്ഞു. അപ്പോൾ രഥാദ്യൈഹി ദ്യോർലബ്ധൈഹി കതിപയബലഃ അപ്പോൾ സ്വർഗത്തിൽ നിന്ന് അയച്ചു കിട്ടിയ രഥവും തുടങ്ങിയ ഒരു പരിമിതമായ സൈന്യമൊക്കെ കിട്ടിയിട്ട് ബലയുധ ബലരാമസമേതനായിട്ട് ത്രയോവിംശതി അക്ഷൗഹിണി തതുപനീതം 23 അക്ഷൗഹിണി പടകളാണ് ഈ ജരാസന്ധൻ കൊണ്ടുവന്നിരുന്നത്. അതിനെയൊക്കെ സമഹൃദാഹ അതിനെയൊക്കെ നിശേഷം വധിച്ചു കളഞ്ഞു. ഭോജരാജാവായ തൻ്റെ 2 മക്കൾ അസ്ഥി പ്രാപ്തി എന്നു പേരായ 2 പെൺമക്കളുടെ ഭർത്താവായ ആ കംസനെ ശ്രീകൃഷ്ണൻ വധിച്ചു എന്നറിഞ്ഞപ്പോൾ വളരെയധികം ക്രുദ്ധനായി തീർന്ന ജരാസന്ധൻ തൻ്റെ മനസ്സിൽ നുരഞ്ഞു പൊങ്ങുന്ന ആ ക്രോധവുമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ വധിക്കും എന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് മഥുരാപുരി വളഞ്ഞു. ജരാസന്ധനോടൊപ്പം 23 അക്ഷൗഹിണി പടയും ഉണ്ടായിരുന്നു. ആ സമയത്ത് സ്വർഗത്തിൽ നിന്നും അയച്ചു കിട്ടിയ രഥവും ഒരു പരിമിതമായ സൈന്യവും ഒക്കെ ഉപയോഗിച്ച് ബലരാമസമേതനായ ശ്രീകൃഷ്ണ ഭഗവാൻ അവരെയൊക്കെ വധിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. വിഖാദാജാമാതു പരമസുഹൃദോ ഭോജനൃപതേർജരാസന്ധേരുന്തത്യനവധി രുഷാന്തേധമധുരാം രഥാദ്യേർദ്യോർലബ്ധൈ കതിപയബലസ്ത്വം ബലയുധ ത്രയോവിംശത്യക്ഷൗഹിണി തതുപനീതം സമഹൃദാ ബദ്ധം ബലാദബലേന ബലോത്തരം ത്വം ഭൂയോ ബലോദ്യമരസേന മുമോചിതൈനം നിശേഷദിഗ്ജയസമാഹൃത വിശ്വസൈന്യാത് കോന്യസ്തതോ ഹി ബലപൗരുഷവാംസ്തദാനിം ബദ്ധം ബലാദ് അഥ ബലേന ബലോത്തരം ത്വം ഭൂയോ ബലോദ്യമരസേന മുമോചിത ഏനം നിശേഷദിഗ്ജയ സമാഹൃത വിശ്വസൈന്യ കഹ അന്യഃ തതഃ ഹി ബലപൗരുഷവാൻ തദാനീം ബദ്ധം ബലാദ് അത ബലേന ബലോത്തരം ത്വം ബലേന ബലരാമദേവനാൽ ബലാദ് ബദ്ധം വളരെ ബലാത്കാരമായിട്ട് പിടിച്ചു കെട്ടപ്പെട്ടു. ബലോത്തരം ആ ഉത്തമ ബലശാലിയായിരിക്കുന്ന ജരാസന്ധനെ ബലരാമദേവൻ ബലമായി തന്നെ പിടിച്ചു കെട്ടി. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ത്വം ഭൂയഃ ബല ഉദ്യമരസേന മുമോചിത ഏനം ഭഗവാനാവട്ടെ
ഈ ജരാസന്ധനെ വിട്ടയച്ചു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വീണ്ടും ബലോദ്യമരസേന ഇനിയും കുറേ കൂടി സൈന്യങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് ഭഗവാന്റെ അടുത്ത് യുദ്ധം ചെയ്യാനെത്തും, അപ്പോൾ അവരെയൊക്കെ വധിക്കാമല്ലോ എന്നുള്ള രസത്തോടുകൂടി നിശേഷ ദിഗ്ജയ സമാഹൃത വിശ്വസൈന്യാത്, ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൈന്യങ്ങളെയും ജയിക്കുവാൻ തക്ക പൗരുഷം മറ്റാർക്കാണ് ഉള്ളത്? കഹ അന്യഹ തതഹ ഹി ബലപൗരുഷവാൻ. ഈ ജരാസന്ധനെ ഉപേക്ഷിച്ചാൽ മറ്റാരാണ് ഇതിനേക്കാൾ പൗരുഷം ഉള്ളവനായിട്ടുള്ളത്? അയാളുടെ പൗരുഷം കൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള മറ്റെല്ലാ രാജാക്കന്മാരെയും ഭഗവാന്റെ മുമ്പിൽ യുദ്ധത്തിനായി കൊണ്ടുവരാൻ സാധിക്കും എന്നത് ഭഗവാന് ഒരു രസമായിട്ട് തോന്നിയത് കൊണ്ടാണ് ജരാസന്ധനെ വിട്ടയച്ചത്. ഭഗവാന്റെ അവതാരോദ്ദേശം എന്ന് ഗീതയിൽ പറയുന്നത് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അവിടെ പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം, ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ നാശത്തിനായിക്കൊണ്ടും ഞാൻ യുഗം തോറും അവതരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ ജരാസന്ധൻ മറ്റെല്ലാ ദുഷ്ടന്മാരായ രാജാക്കന്മാരെയും കൂട്ടിക്കൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് വരുമ്പോൾ അവരെയൊക്കെ സംഹരിച്ചുകൊണ്ട് ഭഗവാന്റെ അവതാര പ്രയോജനത്തെ നേടാം. അല്ലെങ്കിൽ എന്തു പറ്റും എന്നാൽ ഭഗവാൻ ഈ ഓരോ രാജാക്കന്മാരെയും തേടി പിടിച്ച് യുദ്ധം ചെയ്ത് അവരെ വധിക്കേണ്ടതായിട്ട് വരും. ഇവിടെ വാസ്തവത്തിൽ ജരാസന്ധൻ ഭഗവാനെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ സൈന്യങ്ങളെയും തൻ്റെ കൂടെ അണിനിരത്തിക്കൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് വരുമ്പോൾ ഭഗവാന്റെ ജോലി വളരെ എളുപ്പമായി എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്രകാരം തൻ്റെ ജോലി എളുപ്പമാക്കി തരുന്ന ഈ ജരാസന്ധനെ തൽക്കാലം വധിക്കേണ്ടതില്ല എന്ന് ഭഗവാൻ തീരുമാനിക്കുന്നു. ബദ്ധം ബലാദത ബലേന ബലോത്തരം ത്വം ഭൂയോ ബലോദ്യമരസേന മുമോചിതൈനം നിശേഷ ദിഗ്ജയ സമാഹൃത വിശ്വസൈന്യാത് കോന്യസ്തദോ ഹി ബലപൗരുഷവാംസ്തദാനിം ഭഗ്നസ്സലഗ്നഹൃദയോപി നൃപൈ പ്രണുന്നോ യുദ്ധം ത്വയാ വ്യതിതഷോഡശകൃത്വ ഏവം അക്ഷൗഹിണീ ശിവശിവാസ്യ ജഗന്ധ വിഷ്ണോ സംഭൂയ സൈകനവതിത്രിശതം തദാനിം ഭഗ്നഃ സഹ ലഗ്നഹൃദയഃ അപി നൃപൈഃ പ്രണുന്നഃ യുദ്ധം ത്വയാ വ്യതിത ഷോഡശകൃത്വ ഏവം അക്ഷൗഹിണീ ശിവശിവ അസ്യ ജഗന്ധ വിഷ്ണോ സംഭൂയ സ ഏക നവതി ത്രിശതം തദാനീം ഭഗ്നഃ സഹ ലഗ്നഹൃദയഃ അപി. ഭഗവാനാൽ ഈ ജരാസന്ധൻ പരാജയപ്പെട്ടു എങ്കിലും ഇയാൾ ആശയറ്റവനായി തീർന്നുപോയി. തൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് എതിർത്തിട്ടും ഭഗവാനെ ജയിക്കാൻ സാധിച്ചില്ലല്ലോ എന്നോർത്ത് ഭഗ്നഹൃദയനായി തീർന്നുപോയി ജരാസന്ധൻ. പക്ഷേ മടങ്ങിപ്പോയതിനു ശേഷം വീണ്ടും നൃപൈഹി പ്രണുന്നഹ, മറ്റുള്ള രാജാക്കന്മാരൊക്കെ വന്ന് അടിക്കടി ജരാസന്ധനെ പ്രേരിപ്പിച്ചു. അങ്ങിങ്ങനെ അടങ്ങിയിരുന്നാൽ പോരെ, നമുക്ക് യുദ്ധം ചെയ്യാം എന്നെല്ലാം പറഞ്ഞ് എല്ലാവരും വന്ന് പറഞ്ഞപ്പോൾ യുദ്ധം ത്വയാ വ്യതിത, വീണ്ടും ജരാസന്ധൻ ഭഗവാനോട് യുദ്ധത്തിനായി വന്നു. ഇങ്ങനെ ഒന്നും രണ്ടും തവണയല്ല, ഷോഡശകൃത്വ ഏവം, ഇപ്രകാരം 16 തവണ വീണ്ടും വന്നു. ആദ്യം വന്ന് തോറ്റിട്ട് പോയതിനു ശേഷം മറ്റുള്ള രാജാക്കന്മാരെ പ്രേരിപ്പിക്കുകയാൽ അവരെല്ലാം കൂട്ടി വീണ്ടും 16 തവണയാണ് ഈ ജരാസന്ധൻ ഭഗവാനോട് യുദ്ധത്തിനായിട്ട് വന്നത്. ഓരോ തവണയും പരാജയത്തോട് കൂടി ജരാസന്ധനെ പറഞ്ഞു വിടുമ്പോൾ
വീണ്ടും അയാൾ യുദ്ധം ചെയ്യാനായിട്ട് സേനയും കൂട്ടി വരും എന്നതുകൊണ്ടാണ് ഭഗവാൻ ഓരോ സമയവും വിട്ടയക്കുന്നത്. ഈ പ്രകാരം അക്ഷൗഹിണി ശിവശിവ അസ്യ ജഗന്ധ, ഭഗവാനെ ശിവശിവ, ആ ജരാസന്ധൻ്റെ എത്ര അക്ഷൗഹിണിയാണ് ഭഗവാൻ കൊന്നൊടുക്കിയത്. സംഭൂയ എല്ലാം കൂടി ചേർന്ന് സ ഏക ഒന്നിനോടുകൂടി 90 90 ത്രിശതം 300 1ഉം 90ഉം 300 ചേർത്തപ്പോൾ 391 അക്ഷൗഹിണിപ്പടകളെ തദാനിം അനന്തരം ഭഗവാൻ കൊന്നൊടുക്കി. അപ്പോൾ ഭഗവാനാൽ ഒരു തവണ പരാജിതനായ ജരാസന്ധൻ വളരെ നഷ്ടഹൃദയനായിട്ട് മടങ്ങിപ്പോയി എങ്കിലും മറ്റുള്ള രാജാക്കന്മാരാൽ പ്രേരിതരായിട്ട് ജരാസന്ധൻ വീണ്ടും പടകൂട്ടി ഭഗവാന്റെ അടുത്തേക്ക് യുദ്ധത്തിന് വന്നു. ഇപ്രകാരം 16 തവണ വീണ്ടും വന്ന് യുദ്ധം ചെയ്ത് ആ ജരാസന്ധൻ കൊണ്ടുവന്ന ആകെ 391 അക്ഷൗഹിണി പടകളെയും ഭഗവാൻ വധിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെയാണ് ഭഗവാന്റെ അവതാര പ്രയോജനം യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നേടിയെടുക്കാനായിട്ട് ഭഗവാന് സാധിച്ചത്. ഭഗവാൻ ഒരിക്കലും ഈ 391 അക്ഷൗഹിണി പടയെ വധിക്കുവാനായിട്ട് അവരുടെ അടുത്തേക്ക് പോകേണ്ടി വന്നില്ല. പകരം ചെറിയ ഒരു കൗശലം കൊണ്ട് ആ ജരാസന്ധനെ ഓരോ തവണയും വിട്ടയച്ചത് വഴി അയാളെ സ്നേഹിക്കുന്ന ദുഷ്ടന്മാരെ രാജാക്കന്മാരൊക്കെ ജരാസന്ധൻ്റെ ഒപ്പം വന്ന് വീണ്ടും യുദ്ധം ചെയ്ത് ഇങ്ങനെ 16 തവണ വീണ്ടും യുദ്ധം ചെയ്ത് ആകെ 17 തവണ കൊണ്ട് 391 അക്ഷൗഹിണിപ്പടയെ വധിക്കുവാൻ ഭഗവാന് സാധിച്ചു എന്നാണ് പറയുന്നത്. ഭഗ്നസലഗ്ന ഹൃദയോപി നൃപൈപ്രണുന്നോ യുദ്ധം ത്വയാ വ്യഥിത ഷോഡശ കൃത്വ ഏവം അക്ഷൗഹിണീ ശിവശിവാസ്യ ജഗന്ധ വിഷ്ണോ സംഭൂയ സൈകനവതിത്രശതം തദാനിം അഷ്ടാദശേസ്യ സമരേ സമുപേയുഷിത്വം ദൃഷ്ട്വാ പുരോധ യവനം യവനത്രികോട്യാ ത്വഷ്ട്രാവിധാപ്യ പുരമാശുപയോധി മധ്യേ തത്രാധ യോഗബലത സ്വജനാനനൈഷി അഷ്ടാദശേ അസ്യ സമരേ സമുപേയുഷി ത്വം ദൃഷ്ട്വാ പുരഃ അഥ യവനം യവനത്രികോട്യാ ത്വഷ്ട്രാവിധാപ്യ പുരം ആശു പയോധി മധ്യേ തത്ര അഥ യോഗബലതഃ സ്വജനാൻ അനൈഷീഹി. അഷ്ടാദശേസ്യ സമരേ 18ാമത് വീണ്ടും വന്നു ജരാസന്ധൻ പടയും കൂട്ടി. സമുപേയുഷിത്വം ഭഗവാന്റെ അടുത്തേക്ക് എത്തി ജരാസന്ധൻ. അപ്പോൾ ദൃഷ്ട്വാ പുരഃ അഥ യവനം യവനത്രികോട്യ 3 കോടി പടയും കൂട്ടി മറുവശത്ത് യവനൻ കാലയവനനും ഭഗവാനെ ആക്രമിക്കാൻ വന്നു. ഭഗവാൻ ഈ രണ്ടുപേരുടെയും നടുവിൽ നിന്ന് രക്ഷപ്പെട്ട് ത്വഷ്ട്രാവിധാപ്യ പുരമാശു പയോധി മധ്യേ, ആ പയോധി സമുദ്രത്തിന് നടുവിലായിട്ട് ത്വഷ്ട്രാവിധാപ്യ വിശ്വകർമാവിനെ കൊണ്ട്, ത്വഷ്ടാവിൻ്റെ പുത്രനായിരിക്കുന്ന വിശ്വകർമാവിനെ കൊണ്ട് ഒരു പുരം നിർമ്മിപ്പിച്ചു. എന്നിട്ട് തത്ര അഥ യോഗബലതഃ സ്വജനാൻ അനൈഷീഹി, അവിടെ തൻ്റെ യോഗബലം കൊണ്ട് ആ ദ്വാരകാവാസികളെയൊക്കെ അവിടേക്ക് ഭഗവാൻ മാറ്റി താമസിപ്പിച്ചു എന്നാണ്. 18ാമത് തവണയും ജരാസന്ധൻ പടയും കൂട്ടി വന്നപ്പോൾ എതിർദിശയിൽ നോക്കിയപ്പോൾ അവിടെ നിന്നും കാലയവനൻ 3 കോടി പടയുമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ആക്രമിക്കാൻ വരുന്നതും കണ്ടപ്പോൾ ഭഗവാൻ സമുദ്രത്തിലേക്ക് ചാടി അവിടെ ഒരു പുരം തന്നെ വിശ്വകർമാവിനെ കൊണ്ട് സൃഷ്ടിപ്പിച്ചിട്ട് തൻ്റെ യോഗബലം കൊണ്ട് എല്ലാ മധുരവാസികളെയും ദ്വാരകയിലേക്ക് മാറ്റി. അഷ്ടാദശേസ്യ സമരേ സമുപേയുഷിത്വം ദൃഷ്ട്വാ പുരോധയവനം യവനത്രികോട്യാ തുഷ്ട്രാവിധാപ്യ പുരമാശുപയോധി മധ്യേ തത്രാഥ യോഗബലത സ്വജനാനനൈഷി.
പദ്ഭ്യാം ത്വം പത്മമാലീ ചകിത ഇവ പുരാത് നിർഗതോ ധാവമാനോ മ്ലേച്ഛേശേനാനുയാതോ വദ സുഹൃതവിഹീനേന ശൈലേന ലൈഷീ സുപ്തേനാഗ്രാഹദേന ദ്രുതമതമുജുകുന്ദേന ഭസ്മീകൃതേസ്മിൻ ഭൂപായാസ്മൈ ഗുഹാന്താസുലളിതവപുഷാ തസ്തിഷേ ഭക്തിഭാജേ പദ്ഭ്യാം ത്വം പത്മമാലീ ചകിത ഇവ പുരാത് നിർഗതഃ ധാവമാനഃ മ്ലേച്ഛേശേന അനുയാതഃ വദ സുഹൃതവിഹീനേന ശൈലേന ലൈഷീഃ സുപ്തേന അംഗ്രാഹദേന ദ്രുതം അഥ മുജുകുന്ദേന ഭസ്മീകൃതേ അസ്മിൻ ഭൂപായ അസ്മൈ ഗുഹാന്തഃ സുലളിതവപുഷാ തസ്തിഷേ ഭക്തിഭാജേ പദ്ഭ്യാം ത്വം പത്മമാലീ ചകിത ഇവ പുരാ നിർഗതഃ ധാവമാനഃ പദ്ഭ്യാം ത്വം അങ്ങ് പദസഞ്ചലനായിട്ട് നടന്നുകൊണ്ട് പത്മമാലി ഒരു മാലയണിഞ്ഞുകൊണ്ട് ചകിത ഇവ പുരാ നിർഗതഃ ഭയപ്പെട്ടവൻ എന്ന പോലെ മധുരയിൽ നിന്ന് നിർഗമിച്ചു ധാവമാനഃ ഓടിയാണ് പോകുന്നത്. വാഹനങ്ങളിലൊന്നുമായിരുന്നില്ല. ഈ കാലയവനനും ജരാസന്ധനും ഇടയിലായ ഭഗവാൻ അവരിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഓടിക്കൊണ്ടാണ് ഈ കാലയവനുടെ മുന്നിൽ നിന്ന് മറയാൻ ശ്രമിച്ചത്. എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഭഗവാൻ ഈ കാലയവനിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത് എന്ന് നോക്കിയാൽ മ്ലേച്ഛേശേന അനുയാതഃ ഈ കാലയവനൻ പിന്നാലെ തന്നെ വന്നു ഭഗവാന്റെ വധസുഹൃതവിഹീനേന ഭഗവാന്റെ കൈകളാൽ വധിക്കപ്പെടുവാനുള്ള യോഗ്യതയിലായിരുന്നു ഈ കാലയവനന്. ഭഗവാൻ അങ്ങനെ എല്ലാവരെയും ഒന്നും വധിക്കാറില്ല. ആർക്കാണോ തന്നിലേക്ക് പ്രവേശിക്കുവാനുള്ള യോഗ്യതയുള്ളത് അവരെ മാത്രമേ ഭഗവാൻ വധിക്കാറുള്ളൂ എന്നാണ്. അപ്പോൾ മോക്ഷം ലഭിക്കുവാനായിട്ട് അർഹതയില്ലാത്തതായ ഈ കാലയവനൻ ഭഗവാന്റെ പിന്നാലെ പാഞ്ഞു ചെന്നപ്പോൾ ഭഗവാൻ ഒരു ശൈലേ നലൈഷി ആ പർവ്വതത്തിൻ്റെ ഒരു ഗുഹയിൽ ഒളിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് സുപ്തേന അംഗ്രാഹതേന ദ്രുതമത മുജുകുന്ദേന ഭസ്മീകൃതേ അസ്മിൻ ഭഗവാൻ ചെന്ന് പ്രവേശിച്ച ആ ഗുഹയിൽ ഒരാൾ ഉറങ്ങിക്കിടപ്പുണ്ടായിരുന്നു. സുപ്തേന ഉറങ്ങിക്കിടക്കുന്ന അയാളുടെ അംഗ്രാഹതേന അയാളുടെ കാലിൽ ചവിട്ടുകൊണ്ടപ്പോൾ ദ്രുതമത പെട്ടെന്ന് തന്നെ മുജുകുന്ദേന ഭസ്മീകൃത അസ്മിൻ ആ ഉറങ്ങിക്കിടന്ന മുജുകുന്ദനാൽ ഭസ്മമാക്കപ്പെട്ടു കാലയവനൻ. ഭൂപായ അസ്മൈ ഗുഹാന്തഃ സുലളിതവപുഷ തസ്തിഷേ ഭക്തിഭാജേ ആ ഭൂപനായിക്കൊണ്ട് അല്ലെങ്കിൽ ആ മുചുകുന്ദനായിക്കൊണ്ട് ഭഗവാൻ അത്യന്ത സുന്ദര ശരീരനായിട്ട് ഗുഹയ്ക്കുള്ളിൽ ദർശനം കൊടുത്തു എന്നാണ് പറയുന്നത്. ജരാസന്ധൻ 18ാമത്തെ തവണയും യുദ്ധത്തിനായിട്ട് വന്നപ്പോൾ അയാളോട് എതിരിടാൻ നിൽക്കാതെ പിന്മാറിയ ഭഗവാന്റെ പിന്നിൽ കാലയവനൻ 3 കോടി പടയുമായിട്ട് വന്നു. യവന ത്രികോട്യ 3 കോടി പടയും കൂട്ടി വന്നു. അപ്പോൾ അയാളുടെ മുൻപിൽ നിന്ന് ഭഗവാൻ ഭയപ്പെട്ടവൻ എന്നുപോലെ ഓടി ചെന്ന് ഒളിച്ചിരുന്നത് ഒരു ഗുഹയിലായിരുന്നു. ആ ഗുഹയിൽ മുചുകുന്ദൻ എന്നു പേരായ ഒരു രാജാവ് ഉറങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ഈ രാജാവ് ദേവാസുര യുദ്ധത്തിൽ ദേവന്മാരെയൊക്കെ നന്നായി സഹായിച്ച് അസുരന്മാരെ ഉന്മൂലനം ചെയ്യാനായിട്ട് ദേവന്മാർക്കതൊരു വലിയ സഹായമായിരുന്നു. അത് കഴിഞ്ഞ് ആ യുദ്ധമെല്ലാം കഴിഞ്ഞപ്പോൾ മുചുകുന്ദനോട് ഇനി നിഷ്ക്രമിച്ചു കൊള്ളുവാനായിട്ട് ദേവന്മാർ പറഞ്ഞു, തിരികെ പോകാൻ പറഞ്ഞു. അപ്പോൾ മുചുകുന്ദൻ എന്തെങ്കിലും വരം വേണമെങ്കിൽ ആവശ്യപ്പെട്ട് കൊള്ളാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വളരെ നാളുകളായി ഇങ്ങനെ ഉണർന്നിരുന്ന് യുദ്ധം ചെയ്യുകയാണ്, എനിക്ക് നല്ല ക്ഷീണമുണ്ട്,
നന്നായിട്ട് കിടന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ആയിക്കോട്ടെ, അങ്ങ് എത്രയാണോ ഇഷ്ടം അത്രയും കാലം ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് വരം കൊടുത്തു. കൂടാതെ ഈ ഉറക്കത്തിന് ആരെങ്കിലും ഭംഗം വരുത്തിയാൽ അവർ അല്ലെങ്കിൽ അയാൾ അങ്ങയുടെ ദർശനം കൊണ്ട് തന്നെ ഭസ്മമായി ഭവിക്കും എന്ന് പറഞ്ഞുകൂടി വരം കൊടുത്തു. അങ്ങനെ ഈ ഗുഹയിൽ വന്ന് കിടന്നുറങ്ങിയിരുന്നത് ആ മുചുകുന്ദനായിരുന്നു. ഭഗവാൻ ഈ കാലയവനിൽ നിന്ന് ഭയപ്പെട്ടവനെന്ന പോലെ ഓടിപ്പോയി ഒളിച്ചിരുന്ന ഈ ഗുഹയിൽ കിടക്കുന്ന മുചുകുന്ദൻ്റെ ശരീരത്തിലേക്ക് ഭഗവാന്റെ ഉത്തരീയം എടുത്തിട്ടു. എന്നിട്ട് ആ ഇരുളിൽ ഭഗവാൻ മറന്നു നിന്നു. ആ ഗുഹയിലേക്ക് ഓടിക്കയറിയ കാലയവനൻ ഈ ഉത്തരീയം കിടക്കുന്നത് കണ്ടപ്പോൾ അത് മുകുന്ദനാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ചവിട്ടിയത് മുചുകുന്ദനെയായിപ്പോയി. മുചുകുന്ദൻ ഉണർന്ന് തൻ്റെ ദൃഷ്ടി പതിഞ്ഞപ്പോൾ തന്നെ ഈ കാലയവനൻ ഭസ്മമായി ഭവിച്ചു. ഭഗവാന്റെ കൈകൾ കൊണ്ട് മരണം പ്രാപിക്കുവാനായിട്ടുള്ള യോഗ്യത ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഭഗവാൻ ഇപ്രകാരം മുചുകുന്ദനെ കൊണ്ട് കാലയവനെ വധിപ്പിക്കുന്നത്. എന്തായാലും ഈ മുചുകുന്ദനെ ഭഗവാൻ വളരെ സുന്ദരമായ രൂപത്തോടുകൂടി അവിടെ പ്രത്യക്ഷമായിക്കൊണ്ട് ദർശനം നൽകി അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. പദ്ഭ്യാം ത്വം പത്മമാലീ ചകിത ഇവ പുരാ നിർഗതോ ധാവമാനോ മ്ലേച്ഛേശേനാനുയാതോ വദ സുഹൃതവിഹീനേന ശൈലേന ലൈഷീ സുപ്തേനാംഗ്രാഹതേന ധൃതമതമുചുകുന്ദേന ഭസ്മീകൃതേസ്മിൻ ഭൂപായാസ്മൈ ഗുഹാന്താ സുലളിതവപുഷാ തസ്തിഷേ ഭക്തിഭാജേ. ഐക്ഷ്വാഗോഹം വിരക്തോസ്മി അഖില നൃപസുഖേ ത്വത്പ്രസാദൈകകാംക്ഷി ഹാ ദേവേതി സ്തുവന്തം വരവിദതിഷിതം നിസ്പൃഹം വീക്ഷ്യ ഹൃഷ്യൻ മുക്തേ സ്തുല്യാം ച ഭക്തിം ദുത സകലമലാം മോക്ഷമപ്യാശു ദത്വാ കാര്യം ഹിംസാ വിശുദ്ധ്യൈ തപ ഇതി ച തഥാ പ്രാർത്ഥലോകപ്രതീത്यै. ഐക്ഷ്വാഗഃ അഹം വിരക്തഃ അസ്മി അഖില നൃപസുഖേ ത്വത്പ്രസാദ ഏകകാംക്ഷി ഹാ ദേവ ഇതി സ്തുവന്തം വരവിദതിഷു തം നിസ്പൃഹം വീക്ഷ്യ ഹൃഷ്യൻ മുക്തേഃ തുല്യാം ച ഭക്തിം ദുത സകലമലാം മോക്ഷം അഭി ആശു ദത്വാ കാര്യം ഹിംസാ വിശുദ്ധ്യൈ തപ ഇതി ച തഥാ പ്രാർത്ഥ ലോകപ്രതീത്यै. ഐക്ഷ്വാഗഃ അഹം. അപ്പോൾ ഭഗവാൻ പ്രസാദിച്ച് ഈ മുചുകുന്ദന് ദർശനം നൽകിയെന്ന് പറഞ്ഞു. നമുക്ക് അറിയണ്ടേ ആരാണ് ഈ കിടന്നുറങ്ങിയ മുചുകുന്ദൻ എന്ന്? അപ്പോൾ മുചുകുന്ദൻ സ്വയം പരിചയപ്പെടുത്തുകയാണ് നമ്മളെ. ഐക്ഷ്വാഗഃ അഹം, ഞാൻ ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ചയാളാണ്. വിരക്തഃ അസ്മി അഖില നൃപസുഖേ, ഞാൻ എല്ലാ രാജകീയ സുഖങ്ങളിൽ നിന്നും തീർത്തും വിരക്തനാണ്. ത്വത്പ്രസാദ ഏകകാംക്ഷി, എനിക്ക് ആവശ്യമുള്ളത് ഒന്ന് മാത്രമാണ് ഭഗവാനെ, അങ്ങയുടെ പ്രസാദം.
ഹാ ദേവ, അല്ലയോ ഭഗവാനെ, ഇതി സ്തുവന്തം, ഇപ്രകാരം സ്തുതിക്കുന്ന ആ മുചുകുന്ദന് വരവിതതിഷു, എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ തം നിസ്പൃഹം വീക്ഷ്യ ഹൃഷ്യൻ, അയാൾക്ക് യാതൊന്നിലും ആഗ്രഹമില്ല എന്ന് കണ്ട ഭഗവാന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. മുക്തേഹ തുല്യാം ച ഭക്തിം ദുത സകലമലാം മോക്ഷം അഭി ആശുതത്വ, മുക്തിക്ക് തുല്യമായ ഭക്തിയെയും ദുത സകലമലാം, എല്ലാ മാലിന്യങ്ങളും അകന്ന് ശുദ്ധ ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നതുമായ മോക്ഷം അഭി ആശുതത്വ, മോക്ഷം തന്നെയും ലഭിക്കും എന്ന് അദ്ദേഹത്തിന് വരം കൊടുത്തു. പക്ഷേ കാര്യം ഹിംസാവിശുദ്ധി തപ, പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ അങ്ങ് ഇത്രയും നാൾ അനുഷ്ഠിച്ച ഹിംസകളിൽ നിന്നെല്ലാം അതിൻ്റെ ആ പാപക്കറകളെയൊക്കെ കഴുകിക്കളയുന്നതിനായിട്ട് തപസ് ചെയ്യണം. ഇതി പ്രാർത്ഥ, ഇപ്രകാരം ഭഗവാൻ പറഞ്ഞു. തഥാ ലോകപ്രതീത്യൈഹി, ലോകർക്കൊക്കെ ഒരു പാഠമായിരിക്കുന്നതിന് വേണ്ടിയായിട്ട് ഇപ്രകാരം ഭഗവാൻ തപസ് ചെയ്യണം എന്ന് മുചുകുന്ദനോട് ആവശ്യപ്പെട്ടു. ഇവിടെ ഭഗവത് ദർശനമാണ് മുചുകുന്ദന് ലഭിക്കുന്നത്. എല്ലാ മനോമാലിന്യങ്ങളും അകന്നു കഴിഞ്ഞ ഒരു ജീവാത്മാവിനാണ് ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുക എന്ന് നമുക്കറിയാം. പക്ഷേ ഈ മുചുകുന്ദന് തൻ്റെ രാജ ദൗത്യത്തിൽ ധാരാളം ഹിംസകൾ ചെയ്യേണ്ടതായി വന്നിട്ടുണ്ടായിരുന്നു. ആ ഹിംസകൾക്കെല്ലാം ഒരു പ്രായശ്ചിത്തം ചെയ്യണം എന്നതുകൂടി ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. കേവലം ഭഗവത് ദർശനം ഒന്നുകൊണ്ട് മാത്രം ഏതൊരു ജീവാത്മാവിനും മോക്ഷം കിട്ടുക എളുപ്പമല്ല എന്നുകൂടി ഇവിടെ സൂചിപ്പിച്ച് തരികയാണ് ഈ ശ്ലോകത്തിലൂടെ മേൽപ്പത്തൂർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങയുടെ ഈ രാജധർമ്മത്തിൻ്റെ നിർവഹണത്തിൽ ഉണ്ടായ ഹിംസകൾക്കൊക്കെ പ്രായശ്ചിത്തമായിട്ട് ആ പാപം കഴുകിക്കളയുന്നതിനായിട്ട് അങ്ങ് തപം ചെയ്യണം എന്ന് ഭഗവാൻ പറഞ്ഞുകൊണ്ട് എല്ലാ ജനങ്ങളെയും ഉദ്ബോധിപ്പിച്ചു. അപ്രകാരം ഒരു അനുഗ്രഹം ലഭിച്ച ഈ മുചുകുന്ദൻ ഭഗവാനെ നന്നായി സ്തുതിക്കുന്ന ഒരു രംഗം കൂടി ഈ ശ്ലോകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഐക്ഷ്വാഗോഹം വിരക്തോസ്മി അഖിലന്ദ്രപസുഖേ ത്വത്പ്രസാദൈകകാംക്ഷി ഹാ ദേവേദിസ്തുവന്തം വരവിതതിഷുതം നിസ്പൃഹം വീക്ഷ്യ ഹൃഷ്യൻ മുക്തേ സ്തുല്യാം ച ഭക്തിം ദുത സകലമലാം മോക്ഷമപ്യാശുതത്വ കാര്യം ഹിംസാ വിശുദ്ധേ തപ ഇതി ച തഥാ പ്രാപ്തലോകപ്രതീത്യേ തദനു മധുരാം ഗത്വാ ഹത്വാ ചമും യവനാഹൃതാം മഗധപതിനാ മാർഗേ സൈന്യൈ പുരേവ നിവാരിതാ ചരമവിജയം ദർപ്പായാസ്മൈ പ്രദായ പലായിതോ ജലധി നഗരീം യാതോ വാതാലയേശ്വര പാഹിമം. തദനു മധുരാം ഗത്വ, ഈ മുചുകുന്ദൻ്റെ അനുഗ്രഹമെല്ലാം കഴിഞ്ഞ ഭഗവാൻ കാലയവനൻ വധിക്കപ്പെട്ടതിന് ശേഷം തിരികെ മധുരയിലേക്ക് എത്തിച്ചേർന്നു. എന്നിട്ട് ഹത്വ ചമൂം യവനാഹൃതാം, യവനൻ കൊണ്ടുവന്ന ആ സൈന്യത്തെയൊക്കെ വധിച്ചു ഭഗവാൻ. അത് കഴിഞ്ഞിട്ട് മഗധപതിനാ മാർഗേ സൈന്യേ പുരായേവ നിവാരിത, ആ മഗധ രാജാവായ ജരാസന്ധനാണെങ്കിലോ വീണ്ടും വഴി തടഞ്ഞുകൊണ്ട് സൈന്യവുമായിട്ട് വന്നു നിലയുറപ്പിച്ചു. അപ്പോൾ ഭഗവാൻ അയാളോടൊരു കാരുണ്യം കാണിക്കുകയാണ് ചെയ്തത്. ചരമവിജയം ദർപ്പായ അസ്മൈ പ്രദായ, അവസാനമായിട്ട് അയാൾക്ക് ഒരു വിജയം ഭഗവാൻ സമ്മാനിച്ചു എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടി? അയാളുടെ ദർപ്പായ, അയാളൊന്ന് അഹങ്കരിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അവസാന യുദ്ധത്തിൽ അയാൾക്ക് ജയം സമ്മാനിച്ചു. എന്നിട്ട് പലായിതഹ, ഭഗവാൻ പിന്തിരിഞ്ഞു ഓടിക്കളഞ്ഞു. എന്നിട്ട് ജലധി നഗരീം യാതഹ, ദ്വാരകയിൽ ചെന്ന് കൂടുകയും അവിടെ വാസം ചെയ്യുകയും ഒക്കെ ചെയ്തു. അങ്ങനെയുള്ള അല്ലയോ വാതാലയേശ്വര ഗുരുവായൂരപ്പ പാഹി മാം, എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മേൽപ്പത്തൂർ
ഈ ദശകവും ഭഗവത്പാദത്തിൽ സമർപ്പിക്കുന്നു. അപ്പോൾ മുചുകുന്ദൻ്റെ അനുഗ്രഹവും കാലയവനൻ്റെ വധവുമെല്ലാം കഴിഞ്ഞപ്പോൾ ഭഗവാൻ തിരികെ മധുരാപുരിയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അവിടെ ജരാസന്ധൻ സൈന്യസമേതനായിട്ട് നിന്ന് എതിരിടാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. എന്തായാലും 17 വട്ടം ഇയാൾ തനിക്ക് അനേകം രാജാക്കന്മാരെ കൊണ്ടുവന്ന് തന്ന് എനിക്ക് അവരെയൊക്കെ വധിക്കാൻ സാധിച്ചതല്ലേ എന്ന് കരുതി ഭഗവാൻ ഇത്തവണ അയാൾക്കൊരു വിജയത്തെ സമ്മാനിച്ചു. ഭഗവാൻ പിന്തിരിഞ്ഞോടിക്കൊണ്ട് അയാളൊന്ന് അഹങ്കരിച്ചു കൊള്ളട്ടെ എന്ന് കരുതി ഒരു വിജയത്തെ സമ്മാനിച്ചു. അയാൾ വിജയശ്രീയിൽ ആളിതനായിട്ട് മടങ്ങിപ്പോവുകയും ഒക്കെ ചെയ്തു. ഭഗവാൻ എന്നിട്ട് പിന്തിരിഞ്ഞോടിയിട്ട് ഈ ദ്വാരകയിലേക്ക് എത്തിച്ചേർന്ന് അവിടെ തൻ്റെ സ്വജനങ്ങളോടൊപ്പം വസിച്ചു എന്നാണ് പറയുന്നത്. അപ്രകാരമുള്ള ഭഗവാനെ അങ്ങ് എൻ്റെ രോഗങ്ങളിൽ നിന്നൊക്കെ എന്നെ രക്ഷിക്കണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ശ്ലോകവും അല്ലെങ്കിൽ ഈ ദശകവും ഭഗവത്പാദത്തിൽ സമർപ്പിക്കുന്ന മേൽപ്പത്തൂർ. തദനു മഥുരാം ഗത്വാ ഹത്വാ ച മും യവനാഹൃതാം മഗധപതിനാ മാർഗേ സൈന്യൈ പുരേവ നിവാരിതാഃ ചരമവിജയം ദർപ്പായാസ്മൈ പ്രദായ പലായിതോ ജലതി നഗരീം യാതോ വാതാലയേശ്വര പാഹി മാം.